മലപ്പുറം രാമപുരത്ത് കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു എന്ന വിവരങ്ങൾ നൽകാൻ ശാന്തകുമാർ വെള്ളാലത്ത് സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? വലിയ മരമാണല്ലോ അത്. ബിനിൽ, തീർച്ചയായും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ്. ഈ ദേശീയപാതയിൽ രാമപുരത്താണ്, പെരിന്തൽമണ്ണയ്ക്കും മലപ്പുറത്തിനും ഇടയിലുള്ള രാമപുരത്താണ് രണ്ട് കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണത്. അത് വലിയ മരങ്ങൾ തന്നെയാണ്. അത് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാം. വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് ഒഴിവാവുന്ന വിധത്തിൽ തന്നെയാണ്. മറ്റ് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ റോഡിൽ ജനങ്ങൾക്കോ ഒന്നും കാര്യമായ ഒരു പരിക്കും പറ്റാതെ ആ ഒഴിഞ്ഞ സമയത്താണ്, ആളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വാഹനങ്ങൾ റോഡിലില്ലാത്ത സമയത്താണ് രണ്ട് വലിയ മരങ്ങൾ കടപുഴകി വീണത്. ഏകദേശം 12 മണിക്കാണ് ഈ മരം കടപുഴകി വീഴുന്നത്. അതിനുശേഷം ഈ റോഡ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് ഏകദേശം 1.5 മണിക്കൂറോളമായി ഇപ്പോൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത്. ഫയർഫോഴ്സും പോലീസും ഒപ്പം തന്നെ നാട്ടുകാരുടെയും തീവ്ര ശ്രമത്തിന്റെ ഫലമായി ഈ മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമം, അതായത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ തോതിൽ ജനങ്ങളുണ്ട്, ഒപ്പം തന്നെ അഗ്നിശമന സേനാ വിഭാഗമുണ്ട്, പോലീസുമുണ്ട്. തൊട്ടപ്പുറത്തെ KSEBയുടെ വലിയ ലൈനുണ്ട്. ആ ലൈനിന് മുകളിലേക്കാണ് ഈ മരം വീണത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ പൂർണ്ണമായും ഒടിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആർക്കും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു എന്നത് മാത്രമാണ് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ 2 മരങ്ങളാണ്, 2 വലിയ മരങ്ങളാണ് കടപുഴകി വീണത്. ആ മരങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും. ബിനിൽ, ശാന്തകുമാർ, അവിടുത്തെ ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ എത്രത്തോളം വലിയ ഗതാഗത കുരുക്കാണ് അവിടെ ഉണ്ടാകുന്നത്? ഒരു ദേശീയപാതയാണല്ലോ. വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ, ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള, ഇപ്പോൾ അങ്ങോട്ട് കാണാം, വലിയ തോതിൽ ഗതാഗത കുരുക്ക് തന്നെയാണ്. അതാ ലോറികളും ബസ്സും ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ തോതിൽ അത് ഗതാഗത കുരുക്കിൽ നിൽക്കാൻ തുടങ്ങി ഏകദേശം 1.5 മണിക്കൂറിലധികമായി. ഈ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റാതെ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അതിനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഹനം ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് വാഹനങ്ങൾ മറ്റു വഴികളുടെ തിരിച്ചുവിട്ടത്. പരിപൂർണമായും കുറെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ, ദൂര സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ വന്നു കുടുങ്ങിയ വാഹനങ്ങൾ എല്ലാം ഇവിടെ തന്നെ നിൽക്കുകയാണ്. ലോറികളുണ്ട്, കാറുണ്ട്, മറ്റ് വാഹനങ്ങളെല്ലാം ഉണ്ട്. ഈ വാഹനങ്ങളെല്ലാം ഈ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റിയ ശേഷം മാത്രമേ കടത്തിവിടാൻ കഴിയുള്ളൂ. എന്തായാലും നാട്ടുകാരുടെ ഇടപെടലും ഒപ്പം തന്നെ അഗ്നിശമന സേനയുടെ ഇടപെടലും കാരണം ആ മരങ്ങൾ പൂർണ്ണമായും വേഗത്തിൽ മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാന്തകുമാർ, ഇതൊരു അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന മരമായിരുന്നു. അത് നമുക്ക് നാട്ടുകാരുടെ അല്ലെങ്കിൽ അവിടെ കാത്തു നിൽക്കുന്ന ആളുകളുടെ പ്രതികരണം ലഭ്യമായാൽ നന്നായിരുന്നു. വലിയ തോതിൽ വലിയ മരങ്ങളാണ് റോഡരികിൽ നിൽക്കുന്ന, ദേശീയപാതയ്ക്ക് അരികിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ തന്നെയാണ് അത്. അതൊരു അപകടാവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. വലിയ മരങ്ങൾ, ശക്തമായ മഴ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നു. ഈ മഴ കാരണം ആകാം എന്നുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള നാട്ടുകാർ അവിടെ ഇവ മുറിച്ചു മാറ്റുന്നുള്ള ശ്രമത്തിലാണ്. എന്തായാലും ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുക തന്നെയാണ്. ഈ മരം മുറിച്ചു മാറ്റി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർ. ശരി, ഓക്കെ ശാന്തകുമാർ, നമുക്കത് മുറിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ എന്താണ് സ്ഥിതി എന്നതിനെ പറ്റി കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഉൾപ്പെടെ എത്താം. മലപ്പുറം രാമപുരത്താണ് കൂറ്റൻ മരങ്ങൾ ദേശീയപാതയിലേക്ക് കടപുഴകി വീണത്. അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വലിയ ഗതാഗത കുരുക്കാണ് അവിടെ ദേശീയപാതയിൽ ഉണ്ടാകുന്നത്. ശാന്തകുമാർ വെള്ളാലത്താണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.